MS ടേസ്റ്റ് ടച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റിലൊരു ചക്കവടയാണ് ഉണ്ടാക്കുന്നത്. വൈകിട്ട് ചായയോടൊപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത്. ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അതുപോലെ വളരെ കുറച്ച് സമയം മാത്രം മതി ഇത് തയ്യാറാക്കാൻ. ഇതിന് പച്ച ചക്കയാണ് വേണ്ടത്. ഞാനൊരു 15 ചക്കച്ചുള കുരു കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. ഇത് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കണം. അധികം അരയേണ്ട, തരിതരിപ്പായിട്ട് അരച്ചാൽ മതി. ഈ ഒരു പരുവത്തിൽ മതി. ഇനി നമുക്ക് ഇതിന് വേണ്ടത് ഒരു ചെറിയ സവാള ചോപ്പ് ചെയ്തതും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തതും, 2 പച്ചമുളക് ചോപ്പ് ചെയ്തതും, കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതുമാണ്. നമുക്കിതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ കായപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി ചേർക്കാം. ഇടിയപ്പത്തിനും പത്തിരിക്കുമൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് വേണ്ടത്. നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കാം. അരിപ്പൊടി ഇതിലേക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. ചില ചക്കയിൽ കൂടുതൽ വെള്ളമുണ്ടാകും. അതനുസരിച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. ഞാൻ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്തത്. നമ്മുടെ പരിപ്പ് വടയ്ക്കൊക്കെ എടുക്കുന്ന ആ ഒരു പരുവത്തിൽ വേണം മാവ് തയ്യാറാക്കാൻ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് ഇപ്പോൾ ഇത് ചൂടായിട്ടുണ്ട്. കൈയൊന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് ഇതുപോലെ ഉരുളയാക്കി പരത്തി ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു കനത്തിൽ പരത്തിയാൽ മതി. മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് ഫ്രൈ ചെയ്യാം. ഒരു സൈഡ് ഫ്രൈ ആയി വരുമ്പോൾ മറിച്ചിട്ട് കൊടുത്ത് 2 സൈഡും ഫ്രൈ ആക്കി ഒരു ഗോൾഡൻ കളറാക്കി എടുക്കണം. ഇപ്പോൾ ഇതെല്ലാം ഫ്രൈ ആയി ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും മാറ്റാം. ബാക്കിയുള്ളത് കൂടി ഫ്രൈ ചെയ്തെടുക്കാം. പരിപ്പ് വടയേക്കാളും വളരെ ടേസ്റ്റിയാണിത് കഴിക്കാൻ. അധികം എണ്ണയൊന്നും കുടിക്കുന്നില്ല. വളരെ കുറച്ച് എണ്ണ മതി ഇതിന്. അപ്പോൾ നമ്മുടെ ചക്കവട റെഡിയായി. ഇതിൻ്റെ പുറംഭാഗം വളരെ ക്രിസ്പിയാണ്. ഇതിൻ്റെ അകമൊക്കെ നല്ല സോഫ്റ്റാണ്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.